ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു ട്രാവൽ ബ്ലോഗാണേ. കുറേ നാളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ചെറിയൊരാഗ്രഹം നടത്തി തന്ന ഒരു യാത്രയായിരുന്നു ഇത്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഏട്ടൻ എന്നോട് പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ ഒരു റൈഡിന് പോവാന്ന്. പൊതുവേ യാത്രകൾ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇത് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു. അടുത്ത ദിവസം കൃത്യം 5 മണിക്ക് തന്നെ കൊല്ലം ഏരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. തമിഴ്നാട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചേച്ചി 2 സ്വെറ്ററൊക്കെ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നു കേട്ടോ. അതെന്തായാലും കാര്യമായി, അത്രയ്ക്കും തണുപ്പായിരുന്നു രാവിലെ. ഒന്നാമത് ഡിസംബർ മാസം. അത് മാത്രമല്ല, കുളത്തൂപ്പുഴ, തെന്മല ആ ഭാഗത്തൊക്കെ പൊതുവേ ഇത്തിരി തണുപ്പ് കൂടുതൽ വനമേഖലയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഈ യാത്രയിലൂടെ നടക്കുന്നതെന്ന്. അതായിരുന്നു ബൈക്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു ലോങ് ട്രിപ്പ് പോകണമെന്നുള്ളത്. ബൈക്കിൽ ഞങ്ങൾ കുറേ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് അടുത്തൊക്കെ പോകുന്നതായിരുന്നു. എന്നാൽ ഇങ്ങനെ ബൈക്കിൽ ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കൊരു റൈഡ് എൻ്റെ ജീവിതത്തിൽ ഇതാദ്യമാണ്. കൊച്ചു വെളുപ്പാങ്കാലത്ത് ഈ തണുപ്പത്ത് കാടിന് നടുവിലൂടെ ഇങ്ങനെ ബൈക്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. യാദൃശ്ചികമായിട്ട് ഇങ്ങനത്തെ യാത്രകളൊക്കെ നമുക്ക് കിട്ടുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. തെന്മല ചുരം ഇറങ്ങുന്നിടത്തൊക്കെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. കുറേ സമയം ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ബൈക്കിലായതുകൊണ്ട് കുറച്ചൊക്കെ വേഗത്തിൽ വരാൻ പറ്റി. തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോഴേക്കും ക്ലൈമറ്റ് മൊത്തത്തിൽ അങ്ങ് മാറി. ചെറിയ ചൂടൊക്കെ തുടങ്ങി. അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വയലുകളും കൃഷികളും ചുറ്റും മലനിരകളും ഒക്കെ കാണാം. പ്രോപ്പറായിട്ടുള്ള ഡെസ്റ്റിനേഷനൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തെങ്കാശിയിൽ എത്തിയപ്പോഴാണ് അവിടെ അടുത്ത് പുഷ്പ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള തിരുമലൈ കുമാരസ്വാമി ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഒരു കുന്നിൻ്റെ മുകളിലുള്ള ക്ഷേത്രമാണ്. വരുന്ന വഴിക്ക് വളരെ ദൂരെ നിന്ന് തന്നെ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പശ്ചിമഘട്ട മലനിരകളിൽ 400 അടിയോളം ഉയരത്തിലാണ് വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഉള്ളത്. ഇതൊരു മുരുകൻ ക്ഷേത്രമാണ്. പൊതുവേ ഈ ഒരു യാത്ര എനിക്ക് വളരെ സന്തോഷം തന്ന ഒന്നായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വന്നെത്തിയ സ്ഥലവും അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുതിട്ട് കുറേ നേരം ഞങ്ങളവിടെ മരച്ചുവട്ടിലിരുന്നു. കുറേ നേരം സംസാരിച്ചു. വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം. അവിടെ ഇരുന്നിട്ട് സമയം പോയത് അറിഞ്ഞതേയില്ല. നല്ല കാറ്റും ഒരുപാട് ദൂരത്തേക്കുള്ള സുന്ദരമായ കാഴ്ചകളും എന്തുകൊണ്ടും നല്ലൊരു അനുഭവമായിരുന്നു. ഇത്ര ഉയരത്തിലായിട്ടും നിറയെ വെള്ളമുള്ള ക്ഷേത്രക്കുളമൊക്കെ ഉണ്ട് ഇവിടെ. പുഷ്പ എന്ന സിനിമയിൽ കുറച്ച് സീനിലൊക്കെ ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. റോഡിൽ നിന്ന് സ്റ്റെപ്പ് വഴിയും ഇവിടേക്ക് കയറി വരാൻ പറ്റും. 625ഓളം സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താനായിട്ട്. ഫ്രണ്ടിൽ ചെറിയൊരു കടയുണ്ട്. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ലഡുവും പഞ്ചാമൃതവും പിന്നെ മക്കൾക്ക് 1-2 കളിപ്പാട്ടമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 9 മണിയായപ്പോഴേക്കും ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. രാവിലെ ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എവിടെന്നെങ്കിലും ഒന്ന് കഴിക്കണം. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബൺ പൊറോട്ട കിട്ടുന്ന റഹ്മത്ത് ഹോട്ടലിൻ്റെ റിവ്യൂസൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെ ആ ഹോട്ടൽ അന്വേഷിച്ച് ഞങ്ങൾ പോയി. ഹോട്ടൽ ഞങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ 12 മണി മുതലേ ഓപ്പൺ ആവുള്ളൂ. 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. പിന്നെ 12 മണി വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ അടുത്തുള്ള ചെറിയൊരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അപ്പോഴേക്കും പിന്നെ വെയിലൊക്കെ ആയി. കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഒരു റൈഡൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ചെറിയ ബാക്ക് പെയിൻ ഒക്കെ തോന്നിയതുകൊണ്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ പനം കരിക്കിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, എവിടെയെങ്കിലും ഇത് കാണുവാണെങ്കിൽ വാങ്ങിത്തരണേന്ന്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ അതങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് അതും വാങ്ങിച്ച് കഴിച്ചു. പനയോലയിലാണ് ഇത് നമുക്ക് അവർ ഇട്ട് തരുന്നത്. പിന്നെ കൂടെ എന്തോ ഒരുതരം വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് തരുന്നത്. പനം കള്ളാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും എനിക്കിതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ അവിടെ നിൽക്കുമ്പം അവിടെ അടുത്ത് ചെറിയൊരു ക്ഷേത്രത്തിൽ മൃഗബലി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും മൃഗബലിയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതമാണ്. നിങ്ങൾ ഇപ്പോഴും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. മാത്രമല്ല, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. തിരിച്ചു കൊല്ലത്തേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന പാലമാണ് 16 കല്ലറ പാലം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു പാലമാണിത്. ഇന്നിപ്പോൾ ഞങ്ങൾ അവിടെ കയറാനായിട്ടൊന്നും നിന്നില്ല. ഇനി പോകുമ്പം അതിൻ്റെ മുകളിലൂടെ ട്രെയിൻ പോകുന്നതൊക്കെ ഒന്ന് കാണണം. നല്ല രസമായിരിക്കും. വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്ന ഒരാഗ്രഹം നിറവേറിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. എന്തുകൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. പോയ സമയത്തെ ക്ലൈമറ്റും ചെന്നെത്തിയ സ്ഥലത്തെ ആ ഒരു വൈബും എല്ലാം കൊണ്ടും എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇന്നത്തെ യാത്രയെപ്പറ്റി എനിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനും നിവർത്തിയില്ലല്ലോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.